ആ തന്തക്കാരനോര് എല്ലാം എല്ലാം ഏട്ടന്റെ പേർക്ക് എഴുതി വെച്ചത് സഹിക്കാൻ പറ്റുമോടാ? ഓരോരുത്തരായിട്ട് ഇല്ലാതാക്കാൻ തീരുമാനിച്ചുറപ്പിച്ചു നിന്നപ്പോഴാ ആ മോഴയുടെ രൂപത്തിന് ഏട്ടത്തിയുടെ ജീവനെടുത്തു. ഏട്ടന്റെ പിന്നെ അന്ന് നീ ആ നാടൻ പൂവ് എറിഞ്ഞപ്പോഴേ നിന്റെ പിന്നിൽ നിന്ന് ഒരെണ്ണം ഞാനും എറിഞ്ഞായിരുന്നു. ആ വീട്ടിൽ പോയി വീണത് ഞാൻ എറിഞ്ഞതാണാ. സ്വന്തം അപ്പന്റെ സ്ഥാനത്തല്ലടാ നിന്നെ ഞാൻ കണ്ടത്. പിന്നെ എന്തിനാടാ എന്നോട്? പണം തന്നെയാടാ രാജാവ്. അതുകൊണ്ടാ ഞാനൊരു കല്യാണം പോലും കഴിക്കാത്തത്. കല്യാണം കഴിച്ചാ ഞാൻ മാറി താമസിക്കേണ്ടി വരില്ലേ? അങ്ങനെ വന്നാ എന്റെ പ്ലാനും പദ്ധതിയും നടക്കുവോ? പിന്നെ സ്വത്തും സമ്പത്തും ഉണ്ടായ എത്ര മൂത്ത് നരച്ചാലും പെണ്ണ് കിട്ടും. കാരണം എന്താണെന്ന് അറിയോ? ഇന്ന് ഭൂരിപക്ഷം മാതാപിതാക്കളും ചിന്തിക്കുന്നത് പെൺമക്കളുടെ സന്തോഷവും സമാധാനവും ഒന്നും അല്ലടാ, സ്വത്തും സമ്പത്തും തന്നെയാ. ഇനി അവരത് ചിന്തിച്ചില്ലെങ്കിലും അവരെ അത്തരത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന കുടുംബക്കാരെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് എനിക്കും കിട്ടൂടാ പെണ്ണ്. വെറുതെ വിടില്ലടാ നിന്നെ ഞാൻ. നീ ഇനി എന്ത് ചെയ്യാനാടാ? നാളെ നേരം വെളുക്കുമ്പോ നീ തീർന്നു. പിന്നെ ബാക്കിയുള്ള ഓരോന്നിനെയും ഞാൻ മെല്ലെ മെല്ലെയാണ് എടുക്കും. ദൈവമേ, എന്തിനാ നീ എന്നോടിത്?